അവിടെ ഇനി ആ എക്സ്കവേറ്റർ ഇന്നിനി ഉപയോഗിക്കില്ല, ഹിറ്റാച്ചി മെഷീൻ ഉപയോഗിക്കില്ല. പകരം നാളെ ഈ എക്സ്കവേറ്ററും നാളെ എത്താൻ പോകുന്ന ലോങ് ബൂം എക്സ്കവേറ്ററും ആ ഭാഗത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു റിവർ ബെഡ് ഒരുക്കണം. അതിന് മണ്ണിടിച്ച് പാറകളിട്ട് നിരപ്പാക്കുന്ന ജോലി ഇന്ന് രാത്രിയിൽ 11 മണി വരെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് അവിടെ കുറച്ച് മനുഷ്യരുണ്ടാവും, അവിടെ ഇനി പ്രവൃത്തി ചെയ്യുന്ന കുറച്ച് ആളുകൾ അവിടെ ഉണ്ടാവും. അവർ NDRFൻ്റെയും SDRFൻ്റെയും ഒക്കെ സംഘത്തിൽപ്പെട്ടവരുമായിരിക്കും അല്ലേ? ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ഇവിടെ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് എല്ലാവരും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേവിയുടെ ഈ വസ്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു ഷെൽട്ടർ ഉണ്ട്. ആ ഷെൽട്ടറിന്റെ അടുത്ത് കുറച്ച് NDRFന്റെ കുറച്ച് അംഗങ്ങൾ അവിടെ ഉണ്ട്. അതായത് ഇവിടെ ഹിറ്റാച്ചി അടക്കമുള്ള അതിന്റെ അടക്കം പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം അവർ സുരക്ഷിതമായ സ്ഥാനത്ത് ഈ ഹിറ്റാച്ചികൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ റിവർ ബെഡ് നിർമ്മിക്കണമെങ്കിൽ ഹിറ്റാച്ചിയുടെ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. കാരണം മണ്ണ് നീക്കുകയും അതോടൊപ്പം തന്നെ കല്ല് കൊണ്ടിടുകയൊക്കെ ചെയ്യേണ്ട ഹിറ്റാച്ചികളും JCBകളുമാണ്. അത്തരത്തിൽ ഹിറ്റാച്ചികളും JCBകളും ഇവിടെ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ഇല്ല എന്നാണ്. അതായത് അവർ ദൂരത്തേക്ക് മാറിക്കഴിഞ്ഞു. സാധാരണഗതിയിൽ അവർ വൈകുന്നേരം ഈ പരിപാടി കഴിഞ്ഞാൽ ഈ ദൗത്യം കഴിഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ദൂരേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ഈ രാത്രിയിൽ ഇവിടെ നടക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ദൗത്യസേനാംഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ യന്ത്രങ്ങളെയും അവിടെ നിന്ന് മാറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏതായാലും ഇനി നാളെ രാവിലെ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു.